ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കാണുമ്പോൾ മനസ്സിലായി കാണത്തില്ലായിരിക്കും. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അവിടെ വീട്ടിൽ വന്നിരിക്കുക, കുറച്ച് മാസങ്ങളായിട്ട് വീട്ടിൽ വന്നിരുന്നതാണ്. ഇത് പൊട്ടിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് കുറച്ചൊക്കെ പേപ്പറൊക്കെ പോയിട്ടുണ്ട്. അപ്പം ലാഗില്ല, നമുക്ക് ഒരു അൺബോക്സിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ നൈഫ്. നമ്മുടെ ചാനലെല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ചിലവർക്കെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും ഇതെന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഓർഡർ ചെയ്തതാണെങ്കിലും പക്ഷേ ഈ തുരുമ്പൊന്നും അടിച്ചിട്ടില്ല. ചെറിയൊരു വളവൊക്കെ തോന്നുന്നുണ്ട്, വളഞ്ഞിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അല്ലാതെ അതെ, വളവും ഇപ്പം ഓർന്നിട്ടുണ്ട്. അത് ആ പൈപ്പ് അതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോയി കിടക്കുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ട്രൈപോഡാണ്. ഒരു 7 ഫീറ്റോളം വരുന്ന ട്രൈപോഡാണിത്. നമുക്ക് ചാനലിന് വേണ്ടിയിട്ട് എന്തിനേലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ കണ്ടപ്പം വാങ്ങിയതാണ്. അതുപോലെ തന്നെ പാക്കേജിൽ തന്നെ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ ഹോൾഡർ പോലെ, ഒരു മൊബൈൽ ഹോൾഡർ പോലത്തെ ഒരു സാധനം കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിവിടെ സ്ക്രൂ ഉണ്ട്, അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വലിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ട്രൈപോഡിൽ നമുക്ക് ഈ ഒരു ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വേണേൽ ക്യാമറ വെക്കാം. അതേപോലെ തന്നെ DSLR ആയിട്ടുള്ള ക്യാമറയും SLR ആയിട്ടുള്ള ക്യാമറയും രണ്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രൈപോഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 610 mm മുതൽ 2120 mm വരെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു അത്യാവശ്യം നല്ല ഹൈറ്റുള്ള നമുക്ക് കവർ ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാം. ഇത് സിമ്പിൾ മെക്കാനിസമാണ്. ഇത് ചെറുതായിട്ടൊന്ന് ലൂസാക്കുക, ഇത് അയക്കുക, അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. ലൂസാക്കിയിട്ട് ചെയ്യുന്നതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ജോയിൻസ് ഉണ്ട്. ഇത് എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി. ഫുൾ ലെങ്തിൽ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് ഇത് തിരിച്ചിട്ട് പിന്നെ നമുക്ക് അകത്തോട്ട് കയറ്റി വെക്കാം. ഇത് തിരിച്ച് കഴിഞ്ഞാൽ ഇത് അകത്തോട്ട് കയറ്റി വെക്കാം. അത്യാവശ്യം നല്ലൊരു 7 ഫീറ്റാണ് പറയുന്നത്, അത്രയും തന്നെ ഹൈറ്റ് ഉണ്ട് ഇതിന്. പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ട്രൈപോഡാണ്. ഒരു 500 ഗ്രാംസോളം, മാക്സിമം ഒരു 500 ഗ്രാംസ് ഈ ഒരു ട്രൈപോഡിന് വെയിറ്റ് വരത്തുള്ളൂ. ഫുള്ളി മെറ്റലാണ്. പ്ലാസ്റ്റിക്കും കുറച്ച് സ്ഥലത്തുള്ളൂ ഈ താഴെ വരുന്നതും ഈ മണ്ടയ്ക്ക് വരുന്ന കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്, ബാക്കിയെല്ലാം സ്റ്റീലിൽ തന്നെയാണ് വരുന്നത്. ക്വാളിറ്റി ഇച്ചിരി കുറവായിട്ട് തോന്നുന്നുണ്ട് കമ്പാരിറ്റീവ്ലി, പക്ഷേ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വാളിറ്റി ഇച്ചിരി കുറവാണെങ്കിലും ഈ ഒരു ട്രൈപോഡിൻ്റെ ലോഡിങ് കപ്പാസിറ്റി 5 kg വരെ ഇതത് താങ്ങും. എന്തായാലും നോർമൽ SLR DSLR ഒന്നും ഒരു 5 kg ഒന്നും അത്രയും വരത്തില്ല. അപ്പം നമുക്ക് ഒരു ക്യാമറ അതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും മൈക്കോ അല്ലെങ്കിൽ വൈഫൈൻ്റെ എന്തെങ്കിലും കണക്ടറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ട്രൈപോഡിൽ തന്നെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴ്വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. മണ്ടക്കത്തെ ഇത് ലൂസാക്കിയിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ താഴ്വശം വരുന്നത്. ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ താഴ്വശം വരുന്നത്. നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടൈറ്റ് ആകാൻ ഇച്ചിരി പാടുണ്ട്, നട്ട് ഊരിപ്പോയി, അതുകൊണ്ടാണ് ടൈറ്റ് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇത് ടൈറ്റ് ആക്കുന്നതനുസരിച്ച് നമുക്ക് ട്രൈപോഡിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഈ താഴത്തെ ഇത് ലെഗിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. ഈസിയാണ്, അത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എന്നിട്ട് ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇത് അടഞ്ഞ് സിമ്പിളാണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും വളരെ എളുപ്പമായിരിക്കും. 5 കിലോ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് താങ്ങുന്നൊരു ട്രൈപോഡ് തന്നെയാണിത്. ഇത് മറ്റേ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഈ വെഡ്ഡിങ് അങ്ങനെ സിനിമ അങ്ങനത്തെ ഒക്കെ ഫീൽഡ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് എനിക്ക് തോന്നുന്നില്ല.
യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവരുടെ കയ്യിൽ ചിലപ്പം കുറച്ചുകൂടെ വെയിറ്റ് കൂടിയ ക്യാമറയിൽ കുറച്ചുകൂടെ സെറ്റിങ്സ് ഒക്കെ ഉള്ള ട്രൈപോഡ്സ് ഒക്കെ ആയിരിക്കും അവരുടെ. അപ്പം അവർക്കിത് യൂസ് ആകുന്നത് ഈ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലെ യൂട്യൂബിലേക്ക് വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത്ര പ്രൊഫഷണലായിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പല സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടൊരു ബേസിക് ആയിട്ടൊരു ട്രൈപോഡ് മാത്രമാണ്. അതേപോലെ തന്നെ ഞാൻ ഈ നോക്കിയിട്ട് ഈ ട്രൈപോഡിൻ്റെ നമ്മുടെ ഈ ഫോൺ വെക്കുന്ന സ്റ്റാൻഡിൽ ഈ ലാൻഡ്സ്കേപ്പായിട്ട് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. പോർട്രേറ്റായിട്ട് എടുക്കുന്ന ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷേ ഈ പ്രോഡക്റ്റിൻ്റെ സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസിൽ ലാൻഡ്സ്കേപ്പായിട്ട് അവർ വെച്ചേക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തായാലും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസ് വീഡിയോയുടെ എൻഡിലുണ്ട്, അതിൻ്റെ അതൊന്ന് നോക്കുക. പല റേറ്റ് കൂടിയ അഡ്വാൻസ് ആയിട്ടുള്ള ട്രൈപോഡുകളാണെങ്കിൽ അതിൻ്റെ അത് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് അതിൻ്റെ അത് കാണും. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഓപ്ഷനില്ല. കുഴപ്പമില്ല. ഇത് കുറച്ച് മാസമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ച് തുരുമ്പ് വല്ലതും അടിച്ച് കാണുമെന്ന്. പക്ഷേ തുരുമ്പൊന്നും അടിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് 400-നും 500-നും ഇടയ്ക്കായിട്ടുള്ള ഒരു പ്രൈസിലാണ്. അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലെ കോയിൻ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് 41 രൂപ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റിന് കൊടുക്കേണ്ടി വന്നുള്ളൂ. ബാക്കി ഫുൾ കോയിനാണ് ഞാൻ കൊടുത്തത്. അതുപോലെ തന്നെ ഇതിൽ ക്യാമറ മാത്രമല്ല, നമുക്കിപ്പം ഒരു ചെറിയ ഫോട്ടോ സ്റ്റുഡിയോ അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലുണ്ടവർക്കാണെങ്കിൽ ഇത് ലൈറ്റും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച 6:30 അതുവരേക്കും താങ്ക് യു.